ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇടിക്കല്ലിൽ ഇഞ്ചിയും ഉള്ളിയും ഏലക്കായും ഒക്കെ ചതച്ചാലും ആ സ്മെല്ല് ആ കല്ലിൽ തന്നെ നിൽക്കാറുണ്ട്. നമുക്ക് ആ സ്മെല്ലൊക്കെ ഒന്ന് മാറ്റി ഇടിക്കല്ലൊന്ന് വൃത്തിയായി കഴുകിയെടുത്താലോ? അതിനായിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ കഷ്ണങ്ങളാക്കി കീറി അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കല്ലുപയോഗിച്ച് ഈ ഉപ്പും പേപ്പറും ഒക്കെ നല്ല രീതിയിലൊന്ന് കുത്തിച്ചതച്ചെടുക്കാം. ഇങ്ങനെ കുത്തിച്ചതച്ചെടുത്തതിന് ശേഷം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കണം. ഇങ്ങനെ അരയ്ക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കല്ലിൻ്റെ ഉൾഭാഗത്തുള്ള അഴുക്കുകളൊക്കെ ഇളകിപ്പോരാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ സഹായിക്കും. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിലൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇത് പുറത്തേക്ക് എടുത്തതിന് ശേഷം കല്ല് നല്ല രീതിയിലൊന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ കൊണ്ട് ഈ കല്ലും ഇടിക്കല്ലും ഒക്കെ നല്ല രീതിയിലൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ന്യൂസ് പേപ്പർ വെച്ച് തന്നെയാണ് ഒന്ന് തുടച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് കല്ലിലൊന്നും സ്മെല്ലൊന്നും നിൽക്കില്ല. കല്ല് നല്ല വൃത്തിയായിട്ട് എപ്പോഴും ഇരിക്കുകയും ചെയ്യും. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.